പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ RSS ആക്രമണമെന്ന CPM കോൺഗ്രസ് പ്രചാരണം തള്ളി പാലക്കാട് രൂപതാ അധ്യക്ഷൻ മാർ പീറ്റർ. ആത്മീയതയല്ലാതെ മറ്റൊരു സൂചനയും നൽകുന്നത് കരോൾ അല്ല എന്നും രൂപതാ അധ്യക്ഷൻ വ്യക്തമാക്കി. CPMന്റെ ആളുകൾ മദ്യപിച്ച് ബാൻഡുമായി പോയി ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തതെന്നും സംഭവത്തിൽ പോലീസ് പിടികൂടിയ വ്യക്തിക്ക് സംഘപരിവാറുമായി യാതൊരു ബന്ധവുമില്ല എന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറും വ്യക്തമാക്കി. പാലക്കാട് പുതുശ്ശേരിയിൽ കാരൽ സംഘത്തിന് നേരെ RSS ആക്രമണമെന്ന് CPMും കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും വ്യാജ പ്രചാരണം നടത്തുന്നതിനിടെയാണ് ആരോപണങ്ങളെ തള്ളി പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ രംഗത്തെത്തിയത്. രൂപതയുടെ കീഴിലെ ഒരു പള്ളിയിൽ നിന്നും കാരൽ പോയിട്ടില്ല. ആത്മീയതയല്ലാതെ മറ്റൊരു സൂചനയും നൽകുന്നത് കാരൽ അല്ലെന്നും രൂപതാ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഭക്തിനിർഭരമായ രീതിയിൽ ആത്മീയമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കരോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ആത്മീയമായ രീതിയിലാണത് പോകേണ്ടതും. മറ്റൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ തന്നെയാണ് കരോൾ നടത്തേണ്ടത്. അതങ്ങനെ ഒരു കർമ്മമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് നടത്തിയത് എനിക്ക് അറിഞ്ഞുകൂടാ. ആളുകൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് അപലപനീയമാണ്. പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിഷപ്പിന്റെ പ്രതികരണത്തോടെ CPMന്റെയും കോൺഗ്രസിന്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും കള്ളപ്രചാരണമാണ് തുറന്നുകാട്ടപ്പെട്ടതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ പറഞ്ഞു. CPM എന്നെഴുതിയ ബാൻഡുമായി മദ്യപാനികളായ DYFIക്കാരാണ് ബോധപൂർവം സംഘർഷമുണ്ടാക്കുക ലക്ഷ്യമിട്ട് പ്രദേശത്തേക്ക് പോയതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. CPIMന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയുന്നത്? ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ, മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷിനുള്ള പ്രവർത്തനം കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPMന്റെ ക്രിമിനൽ സംഘം പോയതാ. CPMകാരുമായുള്ള പ്രശ്നത്തിൽ പോലീസ് പിടികൂടിയിട്ടുള്ള വ്യക്തിക്ക് BJPയുമായും സംഘപരിവാറുമായും യാതൊരു ബന്ധവുമില്ലെന്നും മറിച്ച് കഞ്ചാവ് കേസ് പ്രതിയും കാപ്പ കേസിൽ നാട് കടത്തപ്പെട്ട ആളുമാണ് അറസ്റ്റിലായ വ്യക്തിയെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ജനം, പാലക്കാട്.